മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സന്തതികൾ 6 ആൺമക്കളും 3 പെൺമക്കളുമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 6 ആൺമക്കളിൽ നിന്ന് 3 പേർ അലി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ബാക്കി 3 പേർ ഉബൈദുള്ള, മുഹമ്മദ്, ജഅഫർ എന്നീ 3 മക്കളാണ്. അതിൽ ജഅഫർ എന്ന കുട്ടിക്ക് തന്നെയാണ് അബൂബക്കർ എന്ന പേരിലും അറിയപ്പെടുന്നത്. രണ്ടും 2 പേരല്ല. ഏതായാലും ഈ 6 ആൺമക്കളിൽ നിന്ന് മാത്രമല്ല ഇനി 3 പെൺമക്കളാണുള്ളത്. ഈ 3 പെൺമക്കളിൽ നിന്നുമായിട്ട് മൊത്തം ഹുസൈൻ റളിയല്ലാഹുവിൻ്റെ സന്താന പരമ്പരകൾ ലോകത്ത് മുഴുവനും വ്യാപിച്ച് പരന്നു കിടക്കുന്നത് മഹാനായ അലിയുൽ ഔസത്ത് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. ഈ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 3 പെൺമക്കളെ കൂടെ നമ്മൾ പെട്ടെന്ന് പരിചയപ്പെടാം. സൈനബ്, ഫാത്തിമ, ആമിന എന്ന പേരുള്ള സക്കീന എന്ന ടൈറ്റിലുള്ള ഒരു മകളും. ആമിന എന്ന് പറയുന്നവരും സക്കീന എന്ന് പറയുന്നവരും ഒരേ മകൾ തന്നെയാണ്, 2 വ്യക്തികളല്ല. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷയം, ഫാത്തിമ എന്ന് പറയുന്ന മകളെ കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹുവിൻ്റെ മകൻ അൽ ഹസനുൽ മുസന്ന എന്ന് പറയുന്ന മകനാണ്. അത് നമ്മൾ പ്രത്യേകം പഠിക്കേണ്ടതുണ്ട്. കാരണം ഹസനുൽ മുസന്ന റളിയല്ലാഹു അൻഹുവിലേക്ക് പല സാദാത്യങ്ങളുടെയും പരമ്പര ചെന്നെത്തുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹുവിൻ്റെ മകനാകുന്ന ഹസനുൽ മുസന്ന കല്യാണം കഴിച്ചത് ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകളാകുന്ന ഫാത്തിമ ബീവി എന്ന് പറയുന്ന മകളെയാണ്. ചുരുക്കി പറഞ്ഞാൽ എളാപ്പ മൂത്താപ്പ മക്കൾ തമ്മിൽ ഉള്ള വിവാഹം നമ്മുടെ നാടുകളിലൊക്കെ നടക്കാറുണ്ടല്ലോ. ആ ഒരു ബന്ധവും കൂടെ നമ്മൾ നമ്മുടെ ചരിത്ര പഠനങ്ങളിൽ പരിഗണിക്കേണ്ടതുണ്ട്. കാരണം പിൽക്കാലത്ത് വരുന്ന അവരുടെ മക്കളും പേരമക്കളൊക്കെ കടന്നു വരുമ്പോൾ ഉമ്മ തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ പോയി ഹുസൈൻ റളിയല്ലാഹുവിലേക്കും ഹസൻ റളിയല്ലാഹുവിലേക്കും മുട്ടുമ്പോൾ അത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ആ ഒരു വിവാഹ രൂപം നമ്മൾ പറഞ്ഞത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ് ഹുസൈനി കബീലകൾ, ഹുസൈനി സാദാത്യങ്ങളൊക്കെ കടന്നു വരുന്നത് എന്ന് നമ്മൾ പറഞ്ഞ സ്ഥിതിക്ക് മഹാനവറുകളെക്കുറിച്ച് അവിടുന്ന് തുടർന്നങ്ങോട്ടുള്ള സന്താന പരമ്പരയെക്കുറിച്ചൊക്കെ തുടർന്നുള്ള ക്ലാസ്സുകളിൽ കേൾക്കാം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.